ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നജസ് ശുദ്ധിയാക്കൽ, അത് 3 ഇനം നജസുണ്ട് എന്നും കുട്ടികളുടെ മൂത്രം, ആൺകുട്ടിയുടെ മൂത്രം, നായ പന്നി പോലെയുള്ള ഗൗരവമുള്ള നജസ്, ബാക്കിയുള്ള നജസൊക്കെ മധ്യമമായ നജസാണ്. അതിനെ എങ്ങനെ വൃത്തിയാക്കണം എന്നൊക്കെ നാം പറഞ്ഞു. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലാക്കുക. ഇനി നമുക്ക് ചില പോയിന്റ് കൂടി നജസ്സിനെ വൃത്തിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒരിക്കലും തന്നെ നജസായ വസ്ത്രം, മൂത്രമായ വസ്ത്രം, കാഷ്ടമായ വസ്ത്രം, നജസ് ചേർന്ന വസ്ത്രം ബക്കറ്റിൽ കുറഞ്ഞ വെള്ളത്തിൽ ഒരിക്കലും ഇടരുത്. ഒരു ബക്കറ്റ് വെള്ളത്തിലൊന്നും ഇടരുത്. വലിയ കുളം പോലെയുള്ള, അതുപോലെ പുഴ പോലെയുള്ള, അതുപോലെ ധാരാളം വെള്ളമുള്ളിടത്താണെങ്കിലൊക്കെ കുറഞ്ഞ വെള്ളത്തിലേക്ക്, ബക്കറ്റോ 2 ബക്കറ്റൊന്നും വെള്ളം കുറഞ്ഞതാണ്, അതിലേക്ക് ഒരിക്കലും നജസായ ഡ്രസ്സ്, മൂത്രമായ ഡ്രസ്സ് ഇട്ടാൽ എന്ത് സംഭവിക്കും? കുറഞ്ഞ വെള്ളത്തിലേക്ക് നജസിന്റെ ഒരു തുള്ളിയാണെങ്കിലും അത് ചേർന്നാൽ ആ വെള്ളം മുഴുവനും നജസാകും. ഒരു തുള്ളി ഇട്ടിച്ചാൽ തന്നെ, ഒരു മൂത്രത്തിന്റെ ഒരു തുള്ളി ഇട്ടിച്ചാൽ വെള്ളം മുഴുവനും നജസായി. അപ്പൊ നമ്മുടെ ഡ്രസ്സിൽ അല്പം മൂത്രമുണ്ട്, നമ്മൾ ആ മൂത്രമുള്ള ഡ്രസ്സ് ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് അങ്ങിട്ടാൽ ആ ബക്കറ്റ് വെള്ളം മുഴുവനും ഇപ്പോൾ നജസായി കഴിഞ്ഞു. അപ്പൊ നമ്മള് ഒരു ഡ്രസ്സിന്റെ അല്പം, അതിന്റെ തലഭാഗം മാത്രം നജസായിട്ടുള്ളായിരുന്നു. അപ്പൊ അതുകൊണ്ട് വെള്ളത്തിലേക്ക് ചേരുമ്പോൾ, വെള്ളത്തിലേക്ക് അങ്ങ് ഇടുമ്പോൾ വെള്ളം മുഴുവനും നജസായി. ഇനി ആ ഡ്രസ്സ് ഫുള്ള് അങ്ങോട്ട് വെള്ളത്തിൽ മുക്കിയാലോ? അപ്പൊ വെള്ളം നജസായ വെള്ളത്തിലേക്ക് ആ ഡ്രസ്സ് മുഴുവനും അങ്ങോട്ട് ഇട്ടപ്പോൾ ആ ഡ്രസ്സ് മുഴുവനും നജസിൽ ചേർന്നു. അപ്പൊ ഒരു തല നജസുള്ള വസ്ത്രം, അതിന്റെ മുഴുവൻ ഭാഗങ്ങളും ഇപ്പൊ നജസായി. വെള്ളം നജസാവലോട് കൂടെ ആ വെള്ളത്തിലേക്ക് വസ്ത്രം ഇടുമ്പോൾ വസ്ത്രം മുഴുവനും നജസായി. ഇത് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നതാണ്. അല്പ നജസായാൽ ആ വസ്ത്രം, ആ നജസായ വസ്ത്രം വെള്ളത്തിലേക്ക് അങ്ങ് ഇടും. അപ്പൊ വെള്ളം മുഴുവൻ നജസായി, അപ്പൊ ആ വസ്ത്രം മുഴുവനും നജസായി. ചിലപ്പോൾ അതിലേക്ക് തന്നെ മറ്റു നജസാവാത്ത ഡ്രസ്സുകളും കൂടിയിടും. ഉദാഹരണത്തിന് നമ്മള് സോപ്പും പൊടി ഇട്ട് കലക്കിയിട്ട് അതിലേക്ക് അല്പം നജസുള്ള വസ്ത്രം ഇട്ടാൽ, സോപ്പും പൊടിയിൽ ഇട്ട് വെക്കാൻ വേണ്ടി ഇട്ടാൽ, നമ്മള് നജസ് അല്ലാത്ത വസ്ത്രം കൂടി അതിലേക്ക് ഇടും. അങ്ങനെ നജസ് ആയ അല്പ നജസായ വസ്ത്രവും അല്ലാത്ത വസ്ത്രവും എല്ലാം കൂടി അതിലെ ഈ ചളി പോകാൻ വേണ്ടി, ചളി എന്ന് പറഞ്ഞാൽ നജസാവണമെന്നില്ല, അല്ലാത്ത ചളികളൊക്കെ പോകാൻ വേണ്ടി ഇടുമ്പോൾ അത് ഫുള്ള് നജസായ വസ്ത്രം ഫുള്ള് നജസാക്കി. അപ്പൊ അല്പ നജസുള്ള വസ്തുവും നജസ് ഇല്ലാത്ത വസ്തുവും കൂടി സോപ്പും പതയിൽ ഇടരുത്. അങ്ങനെയുള്ള ഘട്ടത്തിൽ നജസുള്ള വസ്ത്രമാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അറിയുമെങ്കിൽ എന്ത് ചെയ്യണം? ആ നജസുള്ള വസ്ത്രം വേറെ വെക്കുക ഒന്നിരിക്കൽ, അല്ലെങ്കിൽ അതിന് ആ നജസായ സ്ഥലം വൃത്തിയാകുന്നത് വരെ നജസ് കഴുകി ആദ്യം വൃത്തിയാക്കുക. എന്നിട്ട് അതിലെ ചളിയൊക്കെ പോകാൻ വേണ്ടി സോപ്പും പൊടിയിൽ ഇട്ടാലേ പറ്റുള്ളൂന്നെങ്കിൽ സോപ്പും പൊടിയിൽ ഇടാം. അങ്ങനെ ആയാൽ അതായിരിക്കും ഏറ്റവും വേണ്ടത്. മറ്റേത് ആ വസ്ത്രം ഫുള്ള് നജസാവും. പിന്നെ ചിലപ്പോൾ അവസാനം മേൽവെള്ളം പാർന്ന് നമ്മള് ആ നജസ് പോക്കാനുള്ള ശ്രമം നടത്തലുണ്ട് അലക്കി കഴിഞ്ഞതിന് ശേഷം. അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ ആദ്യം തന്നെ ആ വസ്ത്രം ഫുള്ള് നജസാകുന്ന രീതിയിൽ, നജസുണ്ട് എന്ന് ഉറപ്പുള്ള വസ്ത്രം ഒരിക്കലും ഒറ്റ ബക്കറ്റില്, വെള്ളത്തില് അല്ലെങ്കിൽ സോപ്പും പൊടിയിൽ ഒന്നായിട്ട് ഇടുന്നതിന് പകരം അത് വേറെയാക്കി കഴുകുകയോ, അല്ലെങ്കിൽ ആ നജസുള്ള ഭാഗം പ്രത്യേകം കഴുകി വൃത്തിയാക്കിയതിനു ശേഷം പിന്നിട്ടോ. എന്നാലും എന്നാല് ആ ബാക്കിയുള്ള ഡ്രസ്സും കൂടി നജസാക്കി പിന്നെ ശുദ്ധിയാക്കുന്ന നേരം കൊണ്ട് നജസാക്കാതിരിക്കല്ലേ വേണ്ടത്. നജസാകാത്ത ഡ്രസ്സ് കൂടി നജസാക്കിയിട്ട് പിന്നെ വൃത്തിയാക്കണമെന്തിനാ? അതിനെക്കാട്ടി ആദ്യം തന്നെ നജസുള്ള ഡ്രസ്സ് മാറ്റി വെക്കുകയോ അത് കഴുകിയതിനു ശേഷം വെള്ളത്തിലേക്ക് ഇടുകയോ ചെയ്യാം.
വെള്ളത്തിലേക്ക് നജസുള്ള ഒരു നിരുമ്പ് വസ്ത്രം ഇട്ടാൽ ആ വെള്ളം മുഴുവൻ നജസാകും, അതിലേക്ക് ഇടുന്നത് മുഴുവൻ നജസാകും. അതൊരു മൂത്രത്തിന്റെ തുള്ളിയാണ് ഒരു ബക്കറ്റിൽ ഇട്ടിയതെങ്കിലും, ഒരു കാട്ടത്തിന്റെ കട്ടയാണ്, ചെറിയൊരു കട്ടയാണ് വീണതെങ്കിലും, അല്ലെങ്കിൽ നജസുള്ളൊരു വെള്ളം നജസ് ഉള്ള വെള്ളത്തിന്റെ ഒരു തുള്ളി ആണ് ഇറ്റുന്നതെങ്കിലും ആ വെള്ളം മുഴുവനും നജസായി പോകും. കുറഞ്ഞ വെള്ളം പ്രത്യേകിച്ച് ഒരു ബക്കറ്റോ 2 ബക്കറ്റും ഒക്കെ വെള്ളം അങ്ങനെയാണ്. ഇട്ട് കഴുകാം. കുളത്തിൽ കഴുകുമ്പോൾ നിങ്ങൾ എത്ര ഇട്ട് കഴുകിക്കോളൂ. ഇനി ഒരു കാര്യം പറയാം. നജസ് വൃത്തിയാക്കുമ്പോൾ നജസിനെ വൃത്തിയാക്കൽ, കുറഞ്ഞ വെള്ളം കൊണ്ട് നജസ് വൃത്തിയാക്കുമ്പോൾ വെള്ളം നജസിലേക്ക് ഒഴിച്ചു കഴുകുകയാണ് ചെയ്യേണ്ടത്. അതാണ് നജസ് കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നജസായത് അങ്ങോട്ടിട്ട് കഴുകി നമ്മൾ എത്ര വൃത്തിയാക്കിയാലും ആ വസ്ത്രം വൃത്തിയാവുകയില്ല. മറിച്ച് വെള്ളം അതിന്റെ മുകളിൽ കൂടെ പാരണം. വെള്ളം അതിലേക്ക് വന്ന് വീഴണം. വെള്ളത്തിലേക്ക് വസ്ത്രം വന്ന് വീഴരുത്. വസ്ത്രമിടലല്ല. നജസ് വൃത്തിയാക്കണമെങ്കിൽ നജസിന്റെ മുകളിൽ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ആ നജസ് വൃത്തിയാക്കണം. അതിനാണ് നമ്മൾ പലപ്പോഴും മേൽവെള്ളം പാരുന്നത്. അങ്ങോട്ടുള്ള വെള്ളം ഒഴുക്ക് ആവാൻ വേണ്ടി ഒന്ന് വൃത്തി വരട്ടേച്ചിട്ട്. പഴയ കാലത്തൊക്കെ മേൽവെള്ളം പാരുന്നത് അതാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അത് ശ്രദ്ധിക്കണം. വാഷിംഗ് മെഷീനൊക്കെ മേൽവെള്ളം പാരലുണ്ടോ ഇല്ലേ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പാരാത്തവർ അത് പാർന്ന് വൃത്തിയാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് നിസ്കരിക്കുന്ന ഡ്രസ്സുകളൊക്കെ വളരെ ശ്രദ്ധിക്കണം. നല്ല മേൽവെള്ളം തന്നെ പാർന്നോളൂ. നമ്മളെ കിണറ്റിലൊക്കെ തോനെ വെള്ളം ഉണ്ടല്ലോ, പഴയ കാലത്തെ മാതിരില്ല. അപ്പോൾ നല്ല വൃത്തിയാകുന്നത് വരെ പാർന്ന് കഴുകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാതെ നജസോട് കൂടെയുള്ള വസ്ത്രം ബക്കറ്റ് വെള്ളത്തിൽ നല്ല കുലുക്കി 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 ഒരുപാട് കുലുക്കിയിട്ടിട്ടൊന്നും അത് വൃത്തിയാവുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇതൊക്കെ നജസായ ഡ്രസ്സിനെ പറ്റിയാ പറയുന്നത്. അല്ല ചളിയോ മറ്റോ ഉള്ള ഡ്രസ്സിനെ പറ്റി ചളി കഴുകാൻ എങ്ങനെ കഴുകണം അതൊക്കെ നിങ്ങൾ ഹിക്മത്തിൽ ചെയ്തോളൂ. എന്നാലും മേൽവെള്ളം പാരണം. മേൽവെള്ളം പാരൽ ഏതായാലും ഏറ്റവും നല്ലതാണ്. നജസുള്ള ഡ്രസ്സൊക്കെ കഴുകിയാൽ പ്രത്യേകിച്ചും നജസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലൊക്കെ ഒക്കെ നല്ലതാണ്. അതുകൊണ്ടാണ് പഴയകാലത്ത് മേൽവെള്ളം പാരുന്നത്. അതിന്റെ ഹിക്മത്ത്, അതിന്റെ തന്ത്രം ഇതാണ്. ഇട്ട് കഴുകുമ്പോൾ നജസ് അതിലേക്ക് ഒന്നായിട്ട് ആവുകയാണ് ചെയ്യുന്നത്, വൃത്തിയാവുകയും ചെയ്യുകയില്ല. ഒരിക്കലും നജസുള്ള വസ്തു ഇട്ട് ഇങ്ങനെ ഇളക്കി ഒലിമ്പി എന്നതുകൊണ്ട് അത് വൃത്തിയാവുകയില്ല. ചിലപ്പോൾ അതിന്റെ അഴുക്കൊക്കെ പോകാൻ വേണ്ടി തൽക്കാലം അതിന്റെ അവശിഷ്ടമൊക്കെ പോകാൻ വേണ്ടി അങ്ങനെ കെട്ട് ഇതാക്കാം. പക്ഷെ പിന്നീട് അത് നല്ല ഒഴിച്ച് കഴുകേണ്ടതാണ്. വെള്ളം ഒഴിച്ച് കഴുകേണ്ടതാണ്. ഈ പോയിന്റ് നമ്മൾ അറിയണം, മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നിസ്കാരമൊക്കെ ബാത്തിലായി പോകുന്ന ഡ്രസ്സൊക്കെ ധരിച്ച് നിസ്കരിക്കുമ്പോൾ മേൽവെള്ളം പാരാതെ ബാത്തിലായി പോകുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതൊക്കെ പറഞ്ഞിട്ട് വസ്വാസൊന്നും ആകണ്ട, ഞാൻ ശ്രദ്ധിക്കണം എന്നറിയിക്കുന്നു.